എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS+2 വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ. നമ്മൾ 2025 ഏപ്രിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എക്സാം ഇങ്ങ് വന്നെത്തിക്കഴിഞ്ഞു. ഏപ്രിൽ 21, 22, 23, 24, 25 അല്ലേ, അതാണ് നമ്മളുടെ ഹ്യൂമാനിറ്റീസ്, പ്രധാനപ്പെട്ട ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ആ ഡേറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ തവണത്തെ 2024 ഒക്ടോബർ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, നമ്മൾ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതും നമ്മളുടെ ചാനലിലുണ്ടാവും, നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളോടൊരു റിക്വസ്റ്റ്, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസൊക്കെ തരുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ. പക്ഷേ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്ന ചാനലാണ്. നിങ്ങളുടെ കമൻസിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞത് കാരണമാണ് നമ്മൾ വീഡിയോ നമുക്കിടാനുള്ള, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമുക്ക് പ്രചോദനം എന്ന് പറയുന്നത് നമ്മൾ കമൻസൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരാളിന് ചെയ്യുന്നൊരു ഉപകാരം അല്ലെങ്കിൽ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം പ്രയോജനപ്പെടുന്നെങ്കിൽ മാത്രം അതിൻ്റെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള കാരണം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്, പുതുതായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരാണല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി നമ്മൾ അറിയണം. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് 50 മാർക്കിനെന്ന് നിങ്ങൾക്കറിയാം, അത് വായിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ചാനലൊക്കെ കണ്ടിട്ട് ഒത്തിരി കുട്ടികൾ നമ്മുടെ ഫോക്കസിൽ വന്ന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ തന്നെയാണ് ട്യൂഷനും അഡ്മിഷനും ഒക്കെ വേണ്ടി നിങ്ങളിൽ പലരും ഷെയർ ചെയ്ത് കൊടുത്തത്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, തുടർന്നും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ഥാപനത്തെയും ചാനലിനെയും ടീച്ചറിനെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തേത്, ഹൂ എമോങ് ദി ഫോളോയിങ് വാസ് എ ഗോഡ് അസോസിയേറ്റഡ് വിത്ത് ഫയർ ഇൻ ദി ഋഗ്വേദിക് പീരിയഡ്? ഋഗ്വേദ കാലഘട്ടത്തിലെ ഫയർ, തീയുമായിട്ട് ബന്ധപ്പെട്ട ഗോഡ്, ദൈവം ഏതാണ് എന്നുള്ളതാണ്. ഞാൻ കറക്റ്റ് ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ. ഓപ്ഷൻ ബി, അഗ്നി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ഫ്രം മെസപ്പൊട്ടേമിയ റെഫർ ടു ഇൻ റിലേഷൻ ടു ഹാരപ്പൻ ട്രേഡ്? അതായത് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്, ലിഖിതമായിട്ടുള്ള അല്ലെങ്കിൽ ആലേഖനം ചെയ്യപ്പെട്ടുള്ള തെളിവ് എന്താണ്? എന്തിൻ്റെ തെളിവാണ് ചോദിക്കുന്നത്? മെസപ്പൊട്ടേമിയ, എവിഡൻസ് ഫ്രം മെസപ്പൊട്ടേമിയ റെഫർ ടു ഹാരപ്പൻ ട്രേഡ്, അതായത് ഹാരപ്പനുമായിട്ട് മെസപ്പൊട്ടേമിയക്കാർക്ക് എന്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ, കച്ചവടം ഉണ്ടായിരുന്നതിൻ്റെ തെളിവ് ഏതാണ്? അത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ട്രേഡ് വിത്ത് ദിൽമൻ, മഗാൻ ആൻഡ് മെലുഹ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്ലേസസ് സമുദ്രഗുപ്താസ് അച്ചീവ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ്? സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? അറ്റ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്ലേസ്, ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ എവിടെയാണ് സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെ, സമുദ്രഗുപ്തനെക്കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടുള്ള അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്, ഏതിലാണ്? നമ്മൾ ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാം. ഓപ്ഷൻ ബി ആണ്, അലഹബാദ് പില്ലാർ ഇൻസ്ക്രിപ്ഷൻ, അതാണ് കറക്റ്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫോഴ്സസ് ഓഫ് ബാബർ ആൻഡ് റാണ സംഘ മെറ്റ് അറ്റ് ഖന്വ, എ പ്ലേസ് നിയർ വിച്ച് സിറ്റി? ഏത് സിറ്റിക്ക് അടുത്ത് വെച്ച്, ഏത് പട്ടണത്തിന് അടുത്ത് വെച്ചിട്ടാണ് ആരൊക്കെ, ബാബറും റാണ സംഘയും ഖന്വയിൽ വെച്ച് ഏറ്റുമുട്ടിയല്ലോ, അതിനടുത്തുള്ള ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റി ഉണ്ടായിരുന്നു. അത് ഏത് സിറ്റിയാണ്? നാലാമത്തേത് ഓപ്ഷൻ സി ആണ്, ഫത്തേപൂർ സിക്രി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഫത്തേപൂർ സിക്രി. അഞ്ചാമത്തേത്, വിച്ച് മ്യൂസിക്കൽ സ്റ്റൈൽ ഈസ് സെഡ് ടു ഹാവ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ടൈം ഓഫ് അമീർ ഖുസ്രു? അമീർ ഖുസ്രുവിൻ്റെ കാലഘട്ടത്തിൽ ഡെവലപ്പായ, വികാസം പ്രാപിച്ച മ്യൂസിക്കൽ സ്റ്റൈല്, സംഗീത ശൈലി അല്ലെങ്കിൽ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്. എന്താണ്? ഖവാലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, ഖവാലി. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂളേഴ്സ് വെയർ മെയിൻ പാട്രൺസ് ഓഫ് അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ഫോം? അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ഫോമിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് റൂളർ ഭരണാധികാരിയാണ് എന്ത് ചെയ്തിട്ടുള്ള, ഏത് രാജാക്കന്മാർ ഭരണാധികാരികളാണ്, റൂളേഴ്സാണ് മെയിൻ പാട്രൺസ് എന്നതുകൊണ്ട് നമ്മൾ പിന്തുണ കൊടുത്തു അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തു എന്നൊക്കെ പറയില്ലേ, അതാണ്. അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ഫോമിന് സംരക്ഷണം കൊടുത്ത പ്രോത്സാഹിപ്പിച്ച രാജാക്കന്മാർ ആരായിരുന്നു എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി ആണ്, ശതവാഹനാസ് എന്നുള്ളതാണ്. ശതവാഹനന്മാർ ഡി ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് പീരിയഡ് ഡിഡ് പെയിൻറ്റിംഗ് ഇൻ മിഡീവൽ ഇന്ത്യ എൻ്റർ എ ന്യൂ ഫേസ്? ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണ് മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിൽ പെയിൻറ്റിങ് എൻ്റർ എ ന്യൂ ഫേസ്, ഒരു പുതിയ ഘട്ടത്തിലേക്ക്, പുതിയ തലത്തിലേക്ക് എത്തുന്നത്? മധ്യകാലഘട്ടത്തിൽ താഴെ പറയുന്നവയിൽ ആരുടെ കാലഘട്ടത്തിലാണ്, ഏത് പീരീഡിലാണ് അത് നമുക്കറിയാം. അതായത് പെയിൻറ്റിങ്ങൊക്കെ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്നത് മുഗൾ കാലഘട്ടത്തിലാണ്. ഓപ്ഷൻ ഡി ആണ്, മുഗൾ പീരീഡ്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഡൈനാസ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് ദി സ്ലേവ് ഡൈനാസ്റ്റി? സ്ലേവ് ഡൈനാസ്റ്റി മീൻസ് അടിമവംശം. സ്ലേവ് ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് ഡ്യൂറിങ് ദി ഡൽഹി സൽത്തനേറ്റ് പീരീഡ്. ഡൽഹി സുൽത്താനേറ്റ് സമയത്ത്, അതായത് ഏത് ഡൈനാസ്റ്റിയാണ് ഈസ് ഓൾസോ നോൺ ആസ് അറിയപ്പെടുന്നത്? എങ്ങനെയാണ് അടിമവംശം എന്നുകൂടി അറിയപ്പെടുന്നത്? ഡൽഹി സൽത്തനേറ്റ് പീരീഡിൽ അടിമവംശം എന്നുകൂടി അറിയപ്പെടുന്നത് ആരെയാണ്? മാംലൂക്സ് ആണ്. മാംലൂക്കുകളെയാണ് സ്ലേവ് ഡൈനാസ്റ്റി എന്നുകൂടി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ബാറ്റിൽ ഡിഡ് ബാബർ ഡിഫീറ്റ് ഇബ്രാഹിം ലോധി ടു എസ്റ്റാബ്ലിഷ് ദി മുഗൾ എംപയർ? മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിച്ച് ബാറ്റിൽ, ഏത് യുദ്ധത്തിലാണ്, ഏത് പോരാട്ടത്തിലാണ് ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയത്? നമുക്കറിയാം, ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഏത് ബാറ്റിലാണ്? ഓപ്ഷൻ എ ആണ്, ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. 1526 1ാം പാനിപ്പട്ട് യുദ്ധത്തിലാണ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബർ എന്ത് ചെയ്യുന്നത്? മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദി ഫസ്റ്റ് ടു ഇൻവെൻറ്റ് സീറോ? സീറോ കണ്ടുപിടിച്ചത് ആരാണ് സീറോ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ ബി, ബ്രഹ്മഗുപ്ത. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദി സാലറി ഓഫ് മാനിസബ്ദാസ് വാസ് പെയ്ഡ് ത്രൂ അസൈൻമെൻറ്റ് ഓഫ് എ ഡാഷ്. നമ്മൾ പഠിച്ചു, അതായത് മുഗൾ കാലഘട്ടത്തിൽ മാനിസബ്ദാരി സിസ്റ്റം അക്ബർ കൊണ്ടുവന്ന അവരുടെ ശമ്പളം ഉണ്ടല്ലോ, സാലറി കൊടുത്തിരുന്നത് ഏതൊരു വകുപ്പിൻ്റെ കീഴിൽ അങ്ങനെയാണ് കൊടുത്തിരുന്നത്, ഏത് രൂപത്തിലാണ് കൊടുത്തിരുന്നത് എന്നാണ്. അത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ജാഗിർ സിസ്റ്റത്തിൽ. നെക്സ്റ്റ് 12ാമത്തേത്. അണ്ടർ ദി സബ്സിഡറി അലയൻസ് സിസ്റ്റം വാട്ട് ഡിഡ് ദി ഇന്ത്യൻ റൂളേഴ്സ് ഹാവ് ടു മെയിൻറ്റെയിൻ വിത്തിൻ ദെയർ സ്റ്റേറ്റ്സ്? സബ്സിഡറി അലയൻസ് സിസ്റ്റം പ്രകാരം, അതായത് എന്താണ് ഇന്ത്യൻ ഭരണാധികാരികൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവരവരുടെ നാട്ടുരാജ്യത്തിൽ, സ്റ്റേറ്റിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്നാണ് സബ്സിഡറി അലയൻസ് പ്രകാരം ഉണ്ടായിരുന്നത്? നമുക്കറിയാം, സൈനിക സഹായത്തിലൂടെ എന്ത് ചെയ്യണമെന്നായിരുന്നു അവരുടെ വ്യവസ്ഥയെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് പട്ടാളക്കാരെ അവരുടെ സ്റ്റേറ്റിൽ നിലനിർത്തി പോകണമെന്നുള്ളതായിരുന്നു. ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ബ്രിട്ടീഷ് ട്രൂപ്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീൽഡ്സ് ഡിഡ് വരാഹ മിഹിര മേക്ക് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ്? അതായത് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു സംഭാവന. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഫീൽഡിൽ, ഏത് മേഖലയിലാണ് വരാഹ മിഹിരൻ ഫേമസ് ആയിട്ടുള്ളത് എന്നാണ്. അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആസ്ട്രോണമി അഥവാ ജ്യോതിശാസ്ത്ര രംഗം. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഡ് വില്യം ജോൺസ് ഫൗണ്ട് ഇൻ 1784? 1784 വില്യം ജോൺസ് ഫൗണ്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അതായത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദി പ്രൈമറി കോസ് ഓഫ് ദി പേഴ്സൺ റിബല്യൻ ഇൻ റാങ്പൂർ ആൻഡ് ദിനാജ്പൂർ ഇൻ 1783? 1783
ഒരു കർഷക കലാപം പേഴ്സൺ റിബല്യൻ ഇൻ റങ്പൂരിലും ദിനജ്പൂരിലും ഇവിടെ രണ്ടിടത്തും ഉണ്ടായ കലാപത്തിൻ്റെ പ്രാഥമിക കാരണം, പ്രൈമറി കോസ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക കാരണം എന്തായിരുന്നു എന്നാണ്. നിങ്ങൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിച്ചാൽ 2-3 ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ കൂടി തന്നെ ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഈ ഏപ്രിലേക്ക് എക്സാം എഴുതുന്നവരായാൽ പോലും ഏതിൻ്റെയെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് പെട്ടെന്ന് പാസ്സാവണം, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഫീസില്ലാതെ നമ്മളെ നിലനിൽപ്പും ഫീസിലൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ചെറിയ ഫീസ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു 40-50 മാർക്കിനുള്ള അത് പഠിപ്പിച്ചു തരുന്നതിനുള്ള അവസരം ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ഒക്ടോബറിലേക്കുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷനോ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് ഒക്ടോബറിലേക്ക് ട്യൂഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. തുടർന്നുള്ള വർഷങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ടീച്ചറിനെ നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസിലും നമ്പർ കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്താണെങ്കിൽ മാത്രമാണ് പിന്നെ വിളിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നവർക്കൊക്കെ അവരെന്തിനാണോ വിളിക്കുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? 14 പറഞ്ഞു. 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു 1783 റാങ്പൂർ, ദിനജ്പൂർ ഇവിടങ്ങളിൽ നടന്ന കർഷക കലാപത്തിൻ്റെ പ്രാഥമികമായ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ടിറനി ഓഫ് റവന്യൂ കോൺട്രാക്ടേഴ്സ്. അതായത് അവർക്ക് പണ്ട് ഉടമ്പടിയിലൂടെയാണല്ലോ അവർക്ക് ഭൂമിയിൽ നിന്നുള്ള വരുമാനവും എല്ലാം കോൺട്രാക്റ്റ് കരാറായിരുന്നു. അപ്പോൾ അതിൽ വന്ന ആ വരുമാനത്തിൽ വന്ന ആ ഒരു നഷ്ടം, ടിറനി ഓഫ് റവന്യൂ കോൺട്രാക്ടേഴ്സ്, അതിൽ ഉടമ്പടിയിലൂടെയുള്ള വരുമാന നഷ്ടമാണ് അതിൻ്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ദി മേജർ എഫക്റ്റ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഓൺ ഇന്ത്യാസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇൻ ദി 19th സെഞ്ച്വറി? 19ാം നൂറ്റാണ്ടിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് വാസ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് മേജർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ബാധിക്കപ്പെട്ടത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് കോളനി ഭരണം ഓൺ ഇന്ത്യാസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യക്കാരുടെ പാരമ്പര്യമായിട്ടുള്ള ഇൻഡസ്ട്രീസ്, വ്യവസായത്തിൽ താഴെ പറയുന്നവയിൽ ഏതിനെയാണ് ബ്രിട്ടീഷ് ഭരണം മേജർ എഫക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഡെസ്ട്രക്ഷൻ ഓഫ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, പരമ്പരാഗത കരകൗശല വ്യവസായം അല്ലേ, അതിൻ്റെ തകർച്ചയാണ്, അതിനാണ് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഹൂ എമോങ്സ് ദി ഫോളോയിങ് ലീഡേഴ്സ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പോപ്പുലറൈസിങ് ദി സ്വദേശി മൂവ്മെൻറ്റ് ആൻഡ് ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് ഇൻ പഞ്ചാബ് ഇൻ ദി ഏർലി 20th സെഞ്ച്വറി ഇൻ ഇന്ത്യ? ഹൂ എമോങ്സ് ദി ഫോളോയിങ് ലീഡേഴ്സ്, താഴെ പറയുന്നവയിൽ ഏത് നേതാക്കന്മാരാണ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ, ഒരു പ്രധാന പങ്ക് വഹിച്ചത് പോപ്പുലറൈസിങ് സ്വദേശി മൂവ്മെൻറ്റിന് അതിനെ എന്താക്കാൻ, ഇങ്ങനെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാധനങ്ങളാണ് ബ്രിട്ടീഷ് ഗുഡ്സ്, ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക, ഉപയോഗിക്കാതിരിക്കുക, ബ്രിട്ടീഷ് ഗുഡ്സിനെ ബോയ്ക്കോട്ട് ചെയ്യാനും, ഇവിടെ പഞ്ചാബിൽ ഏർലി 20th സെഞ്ച്വറി ഇൻ ഇന്ത്യയിൽ ആദ്യകാല 20ാം നൂറ്റാണ്ടിൽ ഇവരുടെ സാധനങ്ങളെ ബഹിഷ്കരിക്കാനും നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കന്മാർ ആരായിരുന്നു എന്നുള്ള ആണ് ക്വസ്റ്റ്യൻ. 17ാമത്തേത് അതിൽ പഞ്ചാബിൽ ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അജിത് സിംഗ് ആൻഡ് ലാലാ ലജപത് റോയ്. ആരൊക്കെയാണ്? അജിത് സിംഗും ലാലാ ലജപത് റോയ്. 18ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓൾ കൺട്രീസ് വെയർ പാർട്ട് ഓഫ് ദി ട്രിപ്പിൾ ഓണ്ടോൺ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഏതിൻ്റെ പാർട്ട്, ട്രിപ്പിൾ ഓണ്ടോണിൻ്റെ പാർട്ടായിട്ട് ഉണ്ടായിരുന്നത്? ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ഓണ്ടോണും ഉണ്ടായിരുന്നു. അതിൽ ഓണ്ടോണിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ.
ഓപ്ഷൻ ബി ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ 1918 പ്രസിഡന്റ് വില്യംസ് പീസ് പ്രപ്പോസൽസ് വെയർ ഓൾസോ കോൾഡ്. അതായത് 1918 പ്രസിഡൻ്റായിരുന്ന വിൽസൻ്റെ പീസ് പ്രപ്പോസലിനെ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു? നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? 14 പോയിൻറ്റ്സ്, 14 നിർദ്ദേശങ്ങൾ അഥവാ ദി 14 പോയിൻറ്റ്സ് എന്നാണ് വിൽസൻ്റെ സമാധാന പ്രസ്താവനകളെ അറിയപ്പെട്ടിരുന്നത്. ഓപ്ഷൻ ബി. 10ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ക്രൈസിസ് ബ്രോട്ട് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദി സോവിയറ്റ് യൂണിയൻ ടു ദി ബ്രിങ്ക് ഓഫ് ന്യൂക്ലിയർ വാർ ഡ്യൂറിങ് ദി കോൾഡ് വാർ. അതായത് വിച്ച് ക്രൈസിസ്, ഏത് പ്രതിസന്ധിയാണ്, വാട്ട് ക്രൈസിസ്, ഏത് പ്രതിസന്ധിയാണ് ബ്രോട്ട് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയെയും സോവിയറ്റ് യൂണിയനെയും അതായത് റഷ്യയെയും എവിടേക്ക് കൊണ്ടെത്തിച്ചത്? ടു ദി ബ്രിങ്ക് ഓഫ് ന്യൂക്ലിയർ വാർ ഡ്യൂറിങ് ദി കോൾഡ് വാർ. കോൾഡ് വാർ ശീതസമര കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ശീതസമരം എന്ന് പറയുമ്പോൾ ആശയങ്ങൾ കൊണ്ടുള്ളൊരു സംഘടനയാണല്ലോ. യുദ്ധം ഒഴിവാക്കിയിട്ട് ആശയങ്ങളിലൂടെ സംസാരിക്കുക, അതാണ് കോൾഡ് വാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ആ സമയത്ത് അമേരിക്കയെയും റഷ്യയിലെയും ഏത് പ്രതിസന്ധിയാണ് ഒരു ന്യൂക്ലിയർ വാർ, അണ്വായുധ യുദ്ധത്തിനടുത്ത് വരെ എത്തിച്ച ആ പ്രതിസന്ധി ഏതായിരുന്നു? അത് ഓപ്ഷൻ ബി ആണ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ് കറക്റ്റ് ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. അത് 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, 2 മാർക്ക്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. 2ഉം ഒരേ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരിക്കാനാണ് മിക്കവാറും സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേതിൻ്റെ ആൻസർ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്നൊക്കെ കിട്ടിയെന്നിരിക്കാം. നമുക്ക് നോക്കാം. ഹാരപ്പ ഈസ് വൺ ഓഫ് ദി മേജർ സിറ്റീസ് ഓഫ് ഡാഷ് വാലി സിവിലൈസേഷൻ. ചാപ്റ്റർ പഠിച്ചവർക്കറിയാം. ഏത് വാലി സിവിലൈസേഷനാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹാരപ്പ ഈസ് വൺ ഓഫ് ദി മേജർ സിറ്റീസ്. ഹാരപ്പ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒരെണ്ണമാണ്. ഓഫ് ദി ഇൻഡസ് വാലി ഡാഷ് വാലി, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഇംഗ്ലീഷാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഹാരപ്പ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ഡാഷിൽ ഇൻഡസ്, INDUS, ഇൻഡസ് എന്നുള്ളതാണ് ഫിൽ ചെയ്യാനുള്ളത്. 2ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് കണ്ടംപററി വിത്ത് ആൻഷ്യൻ ഡാഷ് ആൻഡ് മെസപ്പെട്ടോമിയ. അതായത് നമ്മൾ സമകാലീനമായിട്ടുള്ള, എവിടെയാണ് ഹാരപ്പൻ സംസ്കാരം? ഏൻഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പഴയ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ ഡാഷും പിന്നെ മെസപ്പെട്ടോമിയ ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ഈജിപ്റ്റ് ആൻഡ് മെസപ്പെട്ടോമിയ. ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് കണ്ടംപററി. നമ്മളിപ്പോൾ അതിനെ സമകാലികമായിട്ട് നോക്കുകയാണെങ്കിൽ പുരാതന ഈജിപ്റ്റും മെസപ്പെട്ടോമിയ, ഏൻഷ്യൻ്റ് ഈജിപ്റ്റ് ആൻഡ് മെസപ്പെട്ടോമിയ. ഇത് 2 ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 22ാമത്തേതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. എന്താണ്? ദി കുഷാനാസ് പാറ്റർനൈസ്ഡ് ദി ഗാന്ധാര ആൻഡ് ദി ഡാഷ് സ്കൂൾ ഓഫ് സ്കൾപ്ചർ ആർട്ട്. കുഷാനന്മാർ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ സഹായിച്ചു എന്തിനാണ്? ഗാന്ധാര കലയെയും അതുപോലെ ഡാഷ് സ്കൂൾ ഓഫ് സ്കൾപ്ചറൽ ആർട്ട്. ഏത് സ്കൂളാണ് അവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? അതായത് കുഷാനാസ് പാറ്റർനൈസ്ഡ് ദി ഗാന്ധാര ആൻഡ് ദി കുഷാനാസ് പാർട്ട്നൈസ്ഡ് ദി ഗാന്ധാര ആൻഡ് ദി ഡാഷ് സ്കൂൾ ഓഫ് മധുര. അവിടെയുള്ള ആൻസർ എന്ന് പറയുന്നത് മധുര സ്കൂൾ ഓഫ് സ്കൾപ്ചറൽ ആർട്ട് എന്നാണ്. എനിക്ക് ക്വസ്റ്റ്യൻസ് തമ്മിൽ മാറിപ്പോയതാണ്, ബ്ലാങ്ക് ആയിപ്പോയത്. കുഷാനന്മാരുടെ ഏതിനെയാണ്? ഗാന്ധാരകലയെയും പിന്നെ മധുര സ്കൂൾസ് ഓഫ് സ്കൾപ്ചറൽ ആർട്ടിനെയാണ് എന്ത് ചെയ്ത് പാട്രണൈസ് ചെയ്തത്. 2ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഹർഷവർദ്ധൻ ദോ ഇൻഷ്യലി എ ശൈവ became a follower of dash and convened an assembly at Kanauj to publicize മഹായാനിസം. ആരായിരുന്നു ഈ ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്? ദോ ഇൻഷ്യലി എ ശൈവ, ഒരു ശൈവ വിശ്വാസി, ശൈവനായിരുന്നു.
ബിക്കെയിം എ ഫോളോവർ ഓഫ് ഡാഷ്. പക്ഷേ അദ്ദേഹം ഏതിൻ്റെ ഫോളോവർ ആയിരുന്നു എന്നാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അദ്ദേഹം എന്തും ചെയ്തിട്ടുണ്ട്? മഹായാന ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഖനൗജിലൊരു സമ്മേളനമൊക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട്. കൺവീൻഡ് ആൻ അസംബ്ലി അറ്റ് ഖനൗജിൽ ഇദ്ദേഹം ഒരു ഇതൊക്കെ സമ്മേളനമൊക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ട്. പബ്ലിസൈസ് മഹായാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഹർഷവർദ്ധൻ അദ്ദേഹം ഒരു ആരായിരുന്നു? ശൈവനായിരുന്നു, ശൈവ വിശ്വാസിയായിരുന്നു. ഡാഷ് പിന്നെന്താണ്? ഫോളോവർ ഓഫ് ഡാഷ്. അവിടെയാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ കിട്ടേണ്ടത്. ഫോളോവർ ഓഫ് ബുദ്ധിസം. ഹർഷവർദ്ധൻ ഏതിൻ്റെ ഫോളോവർ ആയിരുന്നു? ബുദ്ധമതത്തിൻ്റെ അനുയായി ആയിരുന്നു. നെക്സ്റ്റ് അടുത്തതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ദി സാന്താൾ റിബല്യൻ നമ്മൾ പഠിച്ചതാണ്. സാന്താൾ കലാപം ടുക്ക് പ്ലേസ് ഇൻ ദി റീജിയൻ ഓഫ് ദി ബോർഡേഴ്സ് ഓഫ് ഡാഷ് ആൻഡ് ഒറീസ. എവിടെയൊക്കെയാണ്? ഏതിൻ്റെ അതിർത്തിയിലും ഒറീസയിലും ബോർഡറിലും ഒക്കെ ആയിട്ടാണ് നടന്നത്? റീജിയൻ ഓഫ് ദി ബോർഡേഴ്സ് ഓഫ് ബംഗാൾ. എവിടെയാണ്? ബംഗാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും ഒറീസയിലും ആയിട്ടൊക്കെയാണ് സന്താൾ റിബല്യൻ നടന്നത്. സന്താൾ റിബല്യൻ ടുക്ക് പ്ലേസ് ഇൻ ദി റീജിയൻ ഓഫ് ദി ബോർഡേഴ്സ് ഓഫ് ഏതാണ്? ബംഗാൾ ആൻഡ് ഒറീസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡാഷ് ഓഫ് മലബാർ റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ ഇൻ ദി ലേറ്റ് 18th ആൻഡ് ഏർലി 19th century. ദി ഡാഷ് ഓഫ് മലബാർ റിവോൾട്ടഡ് എഗെയിൻസ്റ്റ് ഏതിനെതിരായിട്ട്? കൊളോണിയൽ റൂൾ, കോളനി ഭരണം, ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായിട്ടുള്ള മലബാർ പ്രക്ഷോഭം ദി ലേറ്റ് 18th ആൻഡ് ഏർലി 19th century. അവിടെ ഡാഷിൽ ഏതാണ് എഴുതാനുള്ളത് എന്നാണ്. ഏത് റിബല്യനാണത് അവിടെ വരുന്നത്? മലബാർ പ്രക്ഷോഭത്തിൽ വന്നി മാപ്പിള ഓഫ് മലബാർ. മലബാറിലെ മാപ്പിള റിവോൾട്ട് ഉണ്ടല്ലോ, അതാണ് ദി മാപ്പിള ഓഫ് മലബാർ റിവോൾട്ട് എഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ ഇൻ ലേറ്റ് 18th ആൻഡ് 19th century. 18ാം നൂറ്റാണ്ടിൻ്റെയും 19ൻ്റെയും അവസാന കാലഘട്ടങ്ങളിൽ മലബാറിൽ ആരാണ്? മാപ്പിള ഓഫ് മലബാർ. 24ാമത്തെ ക്വസ്റ്റ്യൻ. അതും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇൽത്തുമിഷ് ഗേവ് ദി സൾത്തനേറ്റ് ടു ഓഫ് ഇറ്റ്സ് ബേസിക് കോയിൻസ് ദി ഡാഷ് തങ്ക ആൻഡ് ദി കോപ്പർ ജിത്താൾ. ഇൽത്തുമിഷിൻ്റെ കാലത്ത് നടപ്പിലാക്കപ്പെട്ട നാണയങ്ങൾ തങ്കയും ജിത്താളും പഠിച്ചവർക്കറിയാം. ഇൽത്തുമിഷ് ഗേവ് ദി സൾത്തനേറ്റ് എന്ന് പറഞ്ഞാൽ സുൽത്താനേറ്റ് 2 ഓഫ് ഇറ്റ്സ് ബേസിക് കോയിൻസ്. അവരുടെ അടിസ്ഥാനപരമായിട്ട് 2 നാണയങ്ങൾ. ആ നാണയങ്ങളിൽ ഡാഷ് തങ്ക എന്തുകൊണ്ടുള്ളതാണ് തങ്ക. പിന്നെ പറഞ്ഞിട്ടുണ്ട് ജിത്താളെന്ന് പറയുന്ന നാണയം കോപ്പർ കൊണ്ടാണ്, ചെമ്പ് കൊണ്ടാണ്. അപ്പോൾ തങ്ക ഏതുകൊണ്ടുണ്ടാക്കിയതാണ്? സിൽവർ, വെള്ളി കൊണ്ട്. അപ്പോൾ ആ ഡാഷിൽ എഴുതേണ്ടത് സിൽവർ തങ്ക. തൊട്ടടുത്ത് നിങ്ങൾ ജിത്താളെന്ന നാണയത്തിന് മുന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഈ ഡാഷിലതും കിട്ടും, കോപ്പർ. അപ്പോൾ അവിടെ നമ്മൾ എഴുതാനുള്ളത് എന്താണ്? ആ ലോഹമാണ്. കോപ്പർ ജിത്താളും ആദ്യത്തെ ഡാഷിൽ സിൽവർ തങ്ക. ഓക്കെ. അതിൽ 2ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഡൽഹി സൾത്തനേറ്റ് കൺസിസ്റ്റഡ് ഓഫ് 5 ഡിഫറെൻറ്റ് ഡയനാസ്റ്റീസ്. നമുക്കറിയാം ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 5 രാജവംശങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. മാംലൂക്ക്, ഖൽജി, തുഗ്ലക്, സയ്യദ് 4 തന്നിട്ടുണ്ട്. 5ാമത്തേത് ഏതാണെന്ന് നമ്മൾ എഴുതണം. ഏതാണ് ആ 5ാമത്തേത്? മാംലൂക്ക് തന്നു, ഖൽജി, തുഗ്ലക്, സയ്യദ്, ഇനി ഒരെണ്ണം ലോധി. ഇത് മറക്കരുത്. 5 ഡൽഹി സുൽത്താനേറ്റിലെ 5 രാജവംശങ്ങൾ, ഡൈനാസ്റ്റി ഏതൊക്കെയാണ്? ഡൈനാസ്റ്റീസ് മാംലൂക്ക് വംശം, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യദ് ആൻഡ് ലോധി വംശം, ലോധി ഡൈനാസ്റ്റി. അപ്പോൾ 5 എണ്ണമായി. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഡാഷ് അസ്യൂംഡ് ദി ടൈറ്റിൽ ഓഫ് ഛത്രപതി അറ്റ് AD 6074 and soon after made a great expedition into dash India conquering Jinji and Vellore. എന്താണ്? ഡാഷ് അസ്യൂംഡ് ദി ടൈറ്റിൽ ഓഫ് ഛത്രപതി. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഛത്രപതി എന്നുള്ള സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരാണ്? ശിവജി അസ്യൂംഡ് ദി ടൈറ്റിൽ ഓഫ് ഛത്രപതി. ശിവജി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ശിവജി അസ്യൂംഡ് ദി ടൈറ്റിൽ ഓഫ് ഛത്രപതി
എന്നാണ് ഇൻ AD 1674 ആൻഡ് സൂൺ ആഫ്റ്റർ. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് ഗ്രേറ്റ് എക്സ്പെഡീഷൻ ഇൻറ്റു, അദ്ദേഹം ഒരു എക്സ്പെഡീഷൻ മീൻസ് അതിജീവനമൊക്കെ നടത്തി, അല്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്തു പിടിച്ചടക്കി എന്നുള്ളതാണ്. എക്സ്പെഡീഷൻ ഇൻറ്റു ഡാഷ് ഇന്ത്യ കോൺകറിങ്. ഏത് ഇന്ത്യയാണ്? സൗത്ത് ഇന്ത്യ എന്നാണ് അവിടെ, നോർത്ത് അല്ല, സൗത്ത് ഇന്ത്യ കോൺകറിങ്. ഏതൊക്കെ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ടാണ്? വെല്ലൂറും ജിഞ്ചി. വെല്ലൂർ ജിഞ്ചി സൗത്ത് ഇന്ത്യയിലെ, അവിടെ സൗത്ത് ഇന്ത്യ എന്നും ആദ്യത്തെ ഡാഷിൽ ശിവജി എന്നുമാണ് എഴുതേണ്ടത്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 26 മുതൽ അടുത്ത 1 വേർഡ് ക്വസ്റ്റ്യൻസ് 50 വരെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ.